ഹലോ, ഗുഡ് മോർണിംഗ്. എന്നത്തെയും പോലെ അതിരാവിലെ തന്നെ ഞാൻ ഹാജരായിട്ടുണ്ട്. ഇന്നിപ്പോൾ എനിക്ക് കുറച്ച് റിലാക്സ്ഡ് മോർണിംഗ് ആണ്. പക്ഷേ എന്നാലും ഒരു മണിക്കൂറിനുള്ളിൽ എൻ്റെ പണിയെല്ലാം എനിക്ക് തീർക്കണം. കാരണം എനിക്ക് കുറച്ച് റെസ്റ്റ് വേണം. സാധാരണ ഞാൻ ഇങ്ങനെ എന്താ പറയുക ഓടിപ്പിടിച്ചാണ് പോകുന്നത്. ഇന്ന് കുറച്ച് റിലാക്സ് ചെയ്ത് പോകാമെന്ന് വിചാരിച്ചു. കാരണം ഇന്ന് 8 മണിക്കാണ് ഡ്യൂട്ടി. അപ്പോൾ ആദ്യം തന്നെ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി വയ്ക്കാൻ വെച്ചു. വെണ്ടയ്ക്കാണെങ്കിലും കോവയ്ക്കാണെങ്കിലും എനിക്ക് കുറച്ച് നല്ല മൂത്തിരിക്കണം. പിന്നെ ഇതിൻ്റെ ഇടയിൽ 2-3 കോവയ്ക്കയും കൂടി ഞാൻ ഇട്ടിട്ടുണ്ട്. അതും കൂടി ഇട്ട് ഞാൻ നന്നായിട്ട് എന്താ പറയുക ഇങ്ങനെ മൂപ്പിച്ചെടുക്കുകയാണ്. കുറച്ച് സമയം എടുക്കും. അതുകൊണ്ട് അതാണ് ആദ്യം വെച്ചത്. പിന്നെ ചപ്പാത്തി പരത്തി വെച്ച് കഴിഞ്ഞാൽ അത് നല്ല സോഫ്റ്റായിട്ട് ഇരിക്കുമല്ലോ. അപ്പോൾ പിന്നെ ചപ്പാത്തി പരത്താനുള്ള പുറപ്പാടിലാണ്. ചപ്പാത്തി ഇപ്പോൾ ഞാൻ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ പരത്താനൊക്കെ പഠിച്ചു. നല്ല എക്സ്പേർട്ടായി ഞാനിപ്പം. എന്താ പറയുക, പണ്ടൊക്കെ ആണെങ്കിൽ എന്താ പറയുക വെള്ളം കൂടി കയ്യിലൊക്കെ ഒട്ടി അങ്ങനത്തെ ഒരു പരിവായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ എന്ത് നല്ല ഭംഗിയായിട്ടാണ് ചപ്പാത്തി പരത്തണമെന്നുണ്ടോ. പിന്നെ ഇതെന്തുമായിരുന്നു, ഇത് ചപ്പാത്തിയുടെ കോമ്പിനേഷൻ മുട്ടക്കറി. വലിയ എന്താ പറയുക ആർഭാടമൊന്നുമുള്ള മുട്ടക്കറിയല്ല. വെളുത്തുള്ളി ഇഞ്ചിയും ചതയ്ക്കാനുള്ള മടി കാരണം ഞാനിതിനകത്ത് പെരിഞ്ജീരകമാണ് ഇട്ടേക്കുന്നത്. പെരിഞ്ജീരകം ഇട്ട് ഒന്ന് പൊട്ടിച്ചിട്ട് ബാക്കി സവാള, പച്ചമുളക്, തക്കാളി ഇതെല്ലാം ഇട്ട് പിന്നെ പൊടികളായിട്ട് എന്തായിരുന്നു മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല ഇത്ര ഇട്ടിട്ടുള്ളൂ. വെരി സിമ്പിൾ മുട്ടക്കറി. പിന്നെ നന്നായിട്ട് വഴറ്റിയെടുത്ത് അങ്ങനെ 2 മുട്ടയിട്ട് അത് തിളപ്പിച്ച് അതങ്ങനെ ഒരു സൈഡിലോട്ട് നമ്മൾ മാറ്റി വെച്ചു. പിന്നെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെണ്ടയ്ക്ക ഏതാണ്ട് മൂത്ത് വന്നിട്ടുണ്ട്. അതിനകത്ത് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും മുളക് പൊടി. ഈ വെണ്ടയ്ക്കകത്ത് ഞാൻ സവാള അങ്ങനെ ഒന്നും ഇട്ടിട്ടില്ല, പക്ഷേ നല്ല ടേസ്റ്റാണ്. പിന്നെ നമ്മുടെ മെയിൻ ഹീറോ ഇന്നത്തെ ലഞ്ച് വന്നിട്ട് ലെമൺ റൈസ്. എനിക്കിവിടെ ചെന്നൈയിൽ വന്നിട്ട് ആകെ ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് ഇവരുടെ ലെമൺ റൈസ്, കോക്കനട്ട് റൈസ്, ടൊമാറ്റോ റൈസ്. ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് എന്താ പറയുക കറിയുടെ ഒരു 100 കൂട്ടം കറിയുടെ ആവശ്യമില്ല. ഇത് നല്ല ഫ്ലേവേർഡ് റൈസാണ്. ഒരു അച്ചാർ മാത്രം മതിയാവും. പിന്നെ ഇതിൻ്റെ മെയിൻ ആൾ വന്നിട്ട് കായപ്പൊടിയും ലെമണുമാണ്. ഞാൻ പിന്നെ ഇതെല്ലാം ഓഫ് ചെയ്തിട്ടാണ് ലെമൺ റൈസ് ഇടുന്നത്, അല്ലെങ്കിൽ ഒരുമാതിരി കയ്പുണ്ടാവും. ഇതെല്ലാം എന്ന് പറഞ്ഞാൽ ഗ്യാസ് സ്റ്റവ് ഓഫ് ചെയ്തിട്ട്. പിന്നെ അതേ ചപ്പാത്തി വരത്ത് ഇപ്പോൾ അമേരിക്കയിൽ നിന്നോ ആഫ്രിക്കയിൽ നിന്നൊക്കെ ഞാൻ വന്നു. ഇപ്പം അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് റൗണ്ടൊക്കെ ആയിട്ട് വരുന്നുണ്ട്. എന്തായാലും എന്താ പറയുക നിത്യത്തൊഴിൽ അഭ്യാസി മല ചുമക്കും എന്നാണല്ലോ. പിന്നെ ഞാൻ മുട്ടക്കറിയൊക്കെ വെച്ചു അതിനകത്ത്. ഇതെൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ബോക്സാണ്. അടുത്തത് വരുന്നത് എൻ്റെ ലഞ്ച് ബോക്സ്. ലെമൺ റൈസ് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ ഞാൻ ലെമൺ റൈസ് വയ്ക്കുന്നുണ്ട്. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സാധനം. പിന്നെ ഇതെല്ലാം അടച്ച് പൂട്ടി വെച്ചു. ലെമൺ റൈസിന് സൈഡായിട്ട് കോവയ്ക്കല്ല വെണ്ടയ്ക്ക. പിന്നെ ഒരു ചായയൊക്കെ ആയിട്ട്, സാധാരണ ചായ കുടിയില്ല, പക്ഷേ ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞു റിലാക്സ്ഡ് മോർണിംഗ് ആയതുകൊണ്ട് ചായയൊക്കെ കുടിച്ച് അങ്ങനെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതെല്ലാം എടുത്ത് അകത്തോട്ട് കയറ്റി. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.